ദീർഘവീക്ഷണമുള്ള ഭഗവാൻ തന്റെ ഭക്തനാകുന്ന പാണ്ഡവരെ, ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട പാണ്ഡവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അന്ന് യുദ്ധം അവസാനിച്ച ദിവസം 18ാമത്തെ ദിവസം ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് പാണ്ഡവ ശിബിരത്തിൽ ഉറങ്ങണ്ട, നിങ്ങൾ ഇന്ന് കൗരവ ശിബിരത്തിൽ ഉറങ്ങിയാൽ മതി. അശുദ്ധമാവ് വരുമ്പോ പാണ്ഡവരെ കാണാനില്ല. പക്ഷേ പാണ്ഡവ പുത്രന്മാർ കുഞ്ഞുങ്ങൾ 5 കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നു. കലിമൂത്ത അശ്വത്ഥമാവ് ആ കുഞ്ഞുങ്ങളുടെ ശിരസ്സറുത്ത് കൊണ്ടുവന്ന് പതാരബന്ധങ്ങളിൽ വെക്കുന്നു ദുര്യോധന മഹാരാജാവിന്. ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്ത അശ്വത്ഥമാവിനെ ആ തുട പിളർന്ന് മരണത്തെ മുഖാമുഖം കണ്ട് വേദനിച്ച് കിടക്കുന്ന ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ദുര്യോധന മഹാരാജാവ് ശപിക്കുന്നു അശ്വത്ഥമാവിനെ. ഇത്രയും ഹീനമായ ക്രൂരമായ പ്രവൃത്തി ചെയ്ത 5 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശിരസ്സറുത്ത അശ്വത്ഥമാവെ, നീ പ്രേതമായി പോകട്ടെ. എന്നിട്ടും അശ്വത്ഥമാവിന് സ്വസ്ഥത മനസ്സിന് കിട്ടിയില്ല, പക തീർന്നില്ല. ആ പക തീർക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് തന്റെ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് അയക്കുന്നു. ഉത്തര ഗർഭവതിയായിരുന്നു. ഉത്തരയുടെ ഭർത്താവ് അഭിമന്യു പത്മവിയോഗത്തിൽ അകപ്പെട്ട് മരിക്കാൻ ഇടയായി. പാണ്ഡവരുടെ പിൻഗാമിയായിട്ട് വരാനുള്ള ആ ഗർഭോദരത്തിൽ വളരുന്ന കുഞ്ഞ് ഇനി പാണ്ഡവരെ ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ട് ആ ഉത്തരയുടെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു അശ്വത്ഥമാവ്. തൊട്ടടുത്ത നിമിഷം തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് മരിച്ചു പോകും എന്ന് ബോധപ്പെട്ട ഉത്തര 2 കൈയും ഉയർത്തി മുകളിലേക്ക് കണ്ണായി ഉറക്ക വിളിച്ചു. വീണ്ടും ആ വിളിയിൽ ഭഗവാൻ എത്തിയെന്ന് മാത്രമല്ല, ആ ബ്രഹ്മാസ്ത്രത്തെ ഇല്ലാതാക്കുവാൻ തന്റെ സുദർശനത്തെ അയക്കുന്നു. ഈ അസ്ത്രശസ്ത്രങ്ങളുടെ കൂടിച്ചേരലിൽ ഈ കുട്ടി ഭയന്നു മരിച്ചു പോകും എന്ന് ബോധപ്പെട്ട ഭഗവാൻ അങ്കുഷ്ട രൂപത്തിൽ, തള്ളവിരലിന്റെ രൂപത്തിൽ ഉത്തരയുടെ ഗർഭത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഈ അസ്ത്രശസ്ത്രങ്ങൾ കൂടിച്ചേരുന്ന സമയം ശംഖുചക്ര ഗദാപത്മ രൂപത്തിലുള്ള ചതുർബാഹുവാകുന്ന ഭഗവാന്റെ ദിവ്യ കലേബരം കാട്ടിക്കൊടുത്തു. അങ്ങനെ കാട്ടിക്കൊടുത്ത് ആ ജീവൻ പരീക്ഷിച്ചു വന്നതുകൊണ്ട് ആ കുട്ടിക്ക് പേരിട്ടു പരീക്ഷിച്ചു. അപ്പൊ അവിടെ വന്നത് ഭഗവാൻ വന്നു നോക്കണേ, തന്റെ ഭക്തയാകുന്ന ഉത്തര വിളിച്ചപ്പോ വന്നു. എങ്കിൽ ഭഗവാനെ വിളിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ആർദ്രമായ മനസ്സോടു കൂടിയാണെങ്കിൽ, ഭക്തിയോടു കൂടിയാണെങ്കിൽ, ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ദുഃഖത്തിന് തളർച്ചയ്ക്ക് കാരണമാകുമ്പോൾ ഭഗവാൻ എത്തും. ഉറച്ച ദൃഢമായി വിശ്വസിക്കണം, മനസ്സിൽ തറയ്ക്കണം. അങ്ങനെ വിളിച്ചാൽ തീർച്ചയായും ഭഗവാൻ എത്തും. അങ്ങനെയുള്ള ഭഗവാൻ പറയുന്നു, ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം യമേ ഭക്ത്യാ പ്രയച്ഛതി. പത്രം പുഷ്പം ഫലം തോയം യമേ ഭക്ത്യാ പ്രയച്ഛതി. തന്റെ ഭക്തനാകുന്ന അർജുനനോട് പറഞ്ഞു എന്നാണ് ഇവിടെ അമ്മ പറഞ്ഞത്. പക്ഷെ അർജുനനോടല്ല പറഞ്ഞത്, നമ്മളോടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? പത്രം. നീ എനിക്ക് ഒരുപാട് ഇലകൾ തരണ്ട, ഒരു മരം നിറയുള്ള ഇലകൾ നീ എനിക്ക് തരേണ്ട, പത്രം. പിന്നെയോ ഒരു തുളസി കതിർ തന്നാൽ മതി, ഒരു തുളസി ഇല നീ എനിക്ക് തന്നാൽ മതി, പത്രം. പുഷ്പം, നീ ഒരു പൂന്തോട്ടം എനിക്ക് തരേണ്ട. പിന്നെയോ ഒരു ഇതൾ പൂ എനിക്ക് തന്നാൽ മതി, പത്രം പുഷ്പം. ഫലം, ഒട്ടനവധി പഴങ്ങൾ നീ എനിക്ക് തരേണ്ട. പിന്നെയോ ഒരു കദളിപ്പഴം നീ എനിക്ക് തന്നാൽ മതി, പത്രം പുഷ്പം ഫലം. തോയം, നീ ഒരു കിണർ വെള്ളം എനിക്ക് തരേണ്ട, ഒരു കുളം നീ എനിക്ക് തരേണ്ട, ഒരു നദി നീ എനിക്ക് തരേണ്ട, ഒരിറ്റു വെള്ളം തന്നാൽ മതി. യമേ ഭക്ത്യാ പ്രയച്ഛതി. ഇത് തരുന്നത് ഭക്തിയോടുകൂടെയാണെങ്കിൽ അത് 2 കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും. നിന്നെയും നിന്റെ ഈ ഭക്തി നിർഭരമായ സമർപ്പണത്തെയും ഞാൻ സ്വീകരിക്കും. ഇല്ലെങ്കിൽ നീ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കുകയില്ല. അപ്പൊ ഓർമ്മ വേണം, ഭഗവാന് സമർപ്പിക്കുമ്പോ എത്ര കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. കൊടുക്കുന്നത് സമർപ്പണ മനോഭാവത്തോടു കൂടി, ഭക്തിയോടുകൂടി ആയിരിക്കണം. സമയം കഴിയുമോ? ഇതിവിടെ ഉള്ളിൽ പറയണം. കൊച്ചു 1-2 കാര്യം കൂടെ പറഞ്ഞു. അപ്പൊ ഭക്തിയോടുകൂടി ആണ് തരുന്നതെങ്കിൽ തീർച്ചയായും ഞാനത് സ്വീകരിച്ചിരിക്കും. ഇങ്ങനെ ഭക്തിയോടുകൂടി കൊടുത്ത ഒരാളുണ്ട്. നമ്മൾ കെട്ടും കെട്ടി പോവില്ലേ? ആരെ കാണാനാ? അയ്യപ്പനെ കാണാൻ. എന്താ പറയുന്നത്? അയ്യപ്പനെ കണ്ടാൽ മോക്ഷം കിട്ടും, മോക്ഷം കിട്ടും, ഇല്ലയോ? പുണ്യവും പാപവും ആകുന്ന കെട്ടുകളുമായിട്ടാണ് പോകുന്നത്. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പോ കിട്ടും? ഇപ്പൊ കിട്ടും. എന്നിട്ട് കിട്ടിയ മോക്ഷവുമായിട്ട് തിരികെ വരുന്നൊരു വരവ് നോക്കണം.
പാപക്കെട്ട് പുണ്യക്കെട്ട് രണ്ടിനകത്തും മോക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. എന്താ? പൊരിയും പുണ്യപ്പവും മോദകവും അരവണയും, ഇതാണ് മോക്ഷം. ഇത് കൊണ്ടുവന്ന് കഴിക്കലാണ് മോക്ഷം. പക്ഷേ അതല്ല. മോക്ഷം എന്ന വാക്കിന്റെ അർത്ഥം മോഹക്ഷയ, മോഹത്തെ ഇല്ലാതാക്കൽ, ആഗ്രഹം ഇല്ലാതാക്കലാണ് ഭക്തി. അപ്പോ അവിടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. സീതാദേവിയുടെ രാവണന്റെ കൊണ്ടുപോക്കൽ അല്ലേ? സീതാദേവിയെ മായാസീതയെ കൊണ്ടുപോയില്ലേ? അത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ രാവണ നിഗ്രഹത്തിനായി സീത അന്വേഷണത്തിനെന്നും പറഞ്ഞ് പമ്പാസരസിലെത്തുന്നു ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും. ഓർക്കുന്നില്ലേ? രാമായണം വായിച്ചവർക്കറിയാം. ആ പമ്പാസരസിൽ വന്ന് അവിടെ വരുമ്പോഴാണ് അറിയുന്നത് അടുത്തൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ പോകുന്നത് ഏതാശ്രമം? മാതംഗ മുനിയുടെ ആശ്രമം, മാതംഗാശ്രമം. ആ മാതംഗാശ്രമത്തിൽ ചെല്ലുക. അപ്പൊ അവിടെ മാതംഗ മുനിയും ശിക്ഷകണങ്ങളും താമസിച്ചിരുന്നു. മാതംഗ മുനിയും ശിക്ഷകണങ്ങളും താമസിച്ചിരുന്ന സമയത്ത് കാട്ടുജാതിക്കാരിയായ ഹീനജാതിക്കാരിയായ ഒരു സ്ത്രീ ഈ ആശ്രമത്തിൽ ചെല്ലണമെന്നും ആധ്യാത്മിക പാതയിലൂടെ ഈശ്വരനിലേക്ക് എത്തപ്പെടണമെന്നും വളരെ അതിയായി ആഗ്രഹിച്ചു. എങ്ങനെയാണ് ഈ ആശ്രമത്തിലേക്ക് നടന്നു കൂടുക എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു, എല്ലാ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ 3 മണി സമയത്ത് വന്നു ആശ്രമം വൃത്തിയാക്കി വിറക് ശേഖരിച്ചു, വെള്ളം കോരി വെച്ചു, പുഷ്പങ്ങൾ പറിച്ചു വെച്ചു. അങ്ങനെ ചെയ്താൽ മാതംഗമുനിയുടെ ശിക്ഷയെ മാറാം എന്ന ബുദ്ധി. അങ്ങനെ ചെയ്തു തുടങ്ങി. 3-4 ദിവസമായപ്പോൾ മാതംഗമുനിയും ശിക്ഷഗണങ്ങളും ഇതാരാണ് ഇത് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഉറക്കമൊഴിഞ്ഞിരുന്നു. അങ്ങനെ രാത്രി ബ്രാഹ്മമുഹൂർത്തം വെച്ച് 3 മണിക്ക് എത്തിയപ്പോൾ കാട്ടുജാതിക്കാരിയായ ഹീനജാതിക്കാരിയായ ഒരു സ്ത്രീ വന്നു. ആശ്രമം വൃത്തിയാക്കി പുഷ്പങ്ങൾ പറിച്ചു വെച്ചു, വിറക് ശേഖരിച്ചൊക്കെ വെക്കുന്നു. വിളിച്ചു, കുഞ്ഞെ വരൂ, നീ ഏതാണ്? അപ്പൊ പറഞ്ഞ അടുത്ത് തന്നെ ഉള്ളതാണ്, കാട്ടുജാതിക്കാരിയാണ്, ഹീനജാതിക്കാരിയാണ്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്ക് ഈ ഭൗതിക ലൗകിക ജീവിതം തന്നെ ഞാൻ മടുത്തു. ഇനിയെങ്കിലും എനിക്ക് ആധ്യാത്മികമാകുന്ന ഭഗവാനിലേക്ക് എത്തപ്പെടണം, ഭഗവാന്റെ പാതയിലേക്ക് സഞ്ചരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നു ചെയ്തു. ശരി, അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ശിക്ഷയായി സ്വീകരിക്കുന്നു. അപ്പൊ ഒരു നല്ല ഗുരുവിനെ കിട്ടുന്നതാണ് യോഗം. ആ കാട്ടുജാതിക്കാരെ ഹീനജാതിക്കാരെ സ്നേഹിക്ക് ഒരു നല്ല ഗുരുവിനെ കിട്ടി, അത് യോഗം. ആ ഗുരു പറഞ്ഞു കൊടുത്ത ബന്ധാവിലൂടെ ജീവിക്കാൻ കഴിയുന്നത്, സഞ്ചരിക്കുവാൻ കഴിയുന്നത് ഭാഗ്യം. അപ്പോ ഭഗവാനിലേക്ക് എത്തപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ ഉറപ്പായി നമുക്ക് വേണം. ഒന്ന് യോഗം, ഒരു നല്ല ഗുരുവിനെ കിട്ടുന്നത്. ആ ഗുരു പറഞ്ഞു തരുന്ന പന്ഥാവിലൂടെ സഞ്ചരിച്ച് ജീവിക്കുവാൻ കഴിയുന്നതാണ് ഭാഗ്യമെങ്കിൽ യോഗവും ഭാഗ്യവും കിട്ടി കാട്ടുജാതിക്കാരെ ഹീനജാതിക്കാരെ സ്നേഹിക്കും. അങ്ങനെ അവിടെ കഴിഞ്ഞു കൂടുന്ന സമയത്താണ് ശ്രീരാമസ്വാമിയും ശ്രീ ലക്ഷ്മണസ്വാമിയും തിരക്ക് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് മാതംഗമുനി ഈ കാട്ടുജാതിക്കാരിയെ സ്ത്രീ എടുത്ത് പറയുന്നു, കുഞ്ഞെ, ഞങ്ങൾക്ക് പോകാൻ സമയമായി, ഈ ശരീരം ഉപേക്ഷിക്കുവാൻ സമയമായി. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല, പക്ഷെ നിനക്കതിനുള്ള ഭാഗ്യമുണ്ട്. നീ തേടുന്ന നിന്റെ ഭഗവാൻ നിന്നെ തേടി വരും. ഇത്രയും കാലം നീ ആരെയാണോ അന്വേഷിച്ചത്, ആ അന്വേഷിച്ച ഭഗവാൻ നിന്നെ തേടി നിന്റെ അടുക്കിലേക്ക് വരും. നീ ഇവിടെ വിട്ടു പോകരുത്. പക്ഷെ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അങ്ങനെ അവർ പോയി. ആ കാട്ടുജാതിക്കാരെ ഹീനജാതിക്കാരെ സ്ത്രീ മാത്രം അവിടെ കഴിഞ്ഞുകൂടി. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോ താൻ ഇത്രയും കാലം ആരാധിച്ച തന്റെ നാഥനാകുന്ന തന്റെ സർവേശ്വരനാകുന്ന ശ്രീരാമസ്വാമി തന്നെ തേടി തന്റെ അടുക്കലേക്ക് വരുന്നു. വരുന്ന കണ്ടപ്പോ തന്നെ വിഭ്രാന്തിയായി. താൻ അന്വേഷിച്ച തന്റെ ഭഗവാനാണ് തന്നിലേക്ക് വരുന്നത്. എന്തു കൊടുക്കും ഞാൻ? നേരത്തെ ഞാൻ പറഞ്ഞ ഭഗവത്ഗീത വ്യക്തമായി പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം ഏവേ ഭക്ത്യാ പ്രയച്ഛതി. നീ എന്തു കൊടുക്കുന്നു എന്നല്ല ഞാൻ നോക്കുന്നത്, നീ എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് തരുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ആ കാട്ടുജാതിക്കാരി ചിന്തിച്ചു, എന്തു കൊടുക്കും എന്റെ ഭഗവാന്? കൊടുക്കാനൊന്നുമില്ല, തന്റെ കയ്യിലൊന്നുമില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നു, അടുത്ത് നിൽക്കുന്ന മാവിൽ 5-6 മാങ്ങ നിൽപ്പുണ്ട്. അതിലൊരു മാമ്പഴം പിച്ചി കടിച്ചു നോക്കി പുളി. അങ്ങനെ ഓരോന്നും പിച്ചി കടിച്ചു നോക്കി പുളി. അവസാനത്തെ ഒരെണ്ണമായി അത് പിച്ചു നോക്കി, കടിച്ചു, മധുരം. പെട്ടെന്ന് ഓർമ്മ വരുന്നു, ജാതിക്കാരിയായ ഹീനജാതിക്കാരിയായ ഞാൻ കടിച്ച ആ മാമ്പഴത്തിന്റെ ബാക്കി പകുതി എങ്ങനെ കൊടുക്കും ഭഗവാൻ? ഒന്ന് ചിന്തിച്ചു. അവിടെ ഉറപ്പായിട്ടും ആ കാട്ടുജാതിക്കാരിയായ സ്ത്രീ വ്യക്തമായ തീരുമാനം എടുക്കുന്നു, എനിക്കൊന്നും കൊടുക്കാനില്ല, കൊടുക്കാനുള്ളത് കടിച്ച മാമ്പഴത്തിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് എന്റെ ഭഗവാന് ഞാനിതാ
എന്നെയും ഈ മാമ്പഴത്തെയും ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന സമർപ്പണ മനോഭാവത്തോടു കൂടി ആദ്യം ആ പാദങ്ങളെ നമസ്കരിച്ചു. തന്റെ കണ്ണുനീരിനാൽ ആ പാദം കഴുകി അവിടെ നിന്നും ഭഗവാൻ പിടിച്ചുയർത്തി. ആ ഉയർത്തിയ സ്ത്രീയെ നോക്കി, ആ ഭക്തയെ നോക്കി, ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. തൊട്ടടുത്ത നിമിഷം കടിച്ച മാമ്പഴത്തിന്റെ ബാക്കി എടുത്ത് ഭഗവാൻ സമർപ്പിക്കുന്നു, രണ്ടു കൈയിലും വെച്ച്. അവിടെ ശ്രീരാമസ്വാമി നോക്കിയത് കാട്ടുജാതിക്കാരെ, ഹീനജാതിക്കാരെ ആ സ്ത്രീയുടെ പല്ലിന്റെ ശുദ്ധതയല്ല, കടിച്ചോ എന്നല്ല നോക്കിയത്. സമർപ്പണ മനോഭാവത്തോടുകൂടി മറ്റൊന്നും കൊടുക്കുവാനില്ലാത്ത ആ സ്ത്രീ കൊടുത്ത കടിച്ച മാമ്പഴം സന്തോഷപൂർവ്വം ഭഗവാൻ വാങ്ങിച്ചു ഭക്ഷിച്ചു. എന്നിട്ട് ഒറ്റ കാര്യമാണ് പറഞ്ഞത്, ഈ ലോകമുള്ള കാലം, എന്നെ അറിയുന്ന കാലം നിന്നെയും അറിയപ്പെടും. ഈ ലോകമുള്ള കാലം, എന്നെ അറിയുന്ന കാലം നിന്നെയും അറിയപ്പെടും. ഇന്നും അറിയപ്പെടുന്നു ആ കാട്ടുജാതിക്കാരിയായ ഹീനജാതിക്കാരിയ സ്ത്രീയെ ശബരിയായി, ശബരിമലയായി. ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പണ മനോഭാവത്തോടു കൂടി സമർപ്പിച്ച കടിച്ച മാമ്പഴം സമർപ്പണമായിരുന്നു അത്. അപ്പോ കണ്ണന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ എന്തു കൊടുക്കുന്നു, എത്ര കൊടുക്കുന്നു എന്നല്ല ചിന്തിക്കേണ്ടുന്നത്. കൊടുക്കുന്നത് സമർപ്പണ മനോഭാവത്തോടു കൂടിയാകണം. ഒരു തുളസിയിലയാകട്ടെ, വീട്ടിൽ നിൽക്കുന്ന തുളസി, ഒന്നും കൊടുക്കാനില്ല എങ്കിൽ 5-6 തുളസിയില വെച്ചൊരു വാഴയില കഴുകി അതിനകത്ത് സമർപ്പണ മനോഭാവത്തോടു കൂടി കൊണ്ടുവന്ന് അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ഞാനിത് സമർപ്പിക്കുന്നു എന്ന മനോഭാവത്തോടു കൂടി കൊടുക്കണം. അല്ലാതെ പേഴ്സ് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, നേർച്ച ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ആദ്യം 500 കണ്ട് മാറ്റി, 200 100 കണ്ട് മാറ്റി, 50 20 10 കണ്ട് മാറ്റി, അവസാനം 5ന്റെ കോയിനുള്ളതും മാറ്റിയിട്ട് കിട്ടിയ 1 രൂപയുടെ ഒരു തുട്ടെടുത്തിട്ട് 3 പ്രാവശ്യം തലക്കുഴിഞ്ഞ് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് എറിയതല്ല ഭക്തി. കൊടുക്കുന്നത് സമർപ്പണ മനോഭാവത്തോട് കൊടുക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 1-2 കാര്യം കൂടെ പറഞ്ഞുകൂടി നിർത്താം. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. തൈത്തിരീയ ഉപനിഷത്ത്, അതിൻ്റെ അത്യുഗ്രമാകുന്ന ഒരു മന്ത്രം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, കുട്ടികൾ പറഞ്ഞിരിക്കേണ്ടതാണ്. സമയം ദൈർഘ്യം കൊണ്ട് അത് പറയാൻ കഴിയുന്നില്ല. അടുത്ത വർഷത്തേക്ക് നമുക്ക് അനുഗ്രഹിക്കുന്നെങ്കിൽ ഭഗവാൻ വരണമല്ലോ, ഇല്ലേ? അപ്പോൾ അവർക്ക് തോന്നണം, കമ്മിറ്റിക്കാർക്ക് മനസ്സ് തോന്നണം, ഭഗവാൻ അത് ചെയ്യിക്കണം, എനിക്ക് വരാൻ അനുഗ്രഹം പോകാൻ തരണം. അങ്ങനെയെങ്കിൽ അത് അടുത്ത വർഷം നമുക്ക് പറയാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇത്രയും കാലം നിങ്ങൾ ആരാധിച്ച നിങ്ങളുടെ ഭഗവാൻ നിങ്ങളുടെ വിളിപ്പുറത്തുണ്ട്. ഏത് സമയമാണോ നിങ്ങൾ ഹൃദയം നൊന്ത് ഭഗവാനെ നാമജപത്തോടു കൂടി വിളിക്കുന്നത്, ആ സമയം ആ സർവേശ്വരനാകുന്ന ഭഗവാൻ നിങ്ങളിൽ എത്തപ്പെടും. ഇതുറയ്ക്കണം. അല്ലാതെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട് എന്ന വിചാരത്തിൽ ഇരുന്നാൽ ആരും കാണില്ല. ഉള്ളതൊരാൾ മാത്രം. നിങ്ങൾ ആർജിച്ചെടുത്തതൊക്കെയും നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് പോകേണ്ടി വരും. എന്തായാലും ശരി, തട്ടിച്ചെടുത്തതും വെട്ടിച്ചെടുത്തതും അധ്വാനിച്ചുണ്ടാക്കിയതും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് പിടിച്ചു പറിച്ചതും ഒക്കെയും അർത്ഥാൻ ഗൃഹേ നിവർത്തന്തേ, നിങ്ങൾ ആർജിച്ചെടുത്തതൊക്കെയും ആ ഗൃഹത്തിൽ വീട്ടിൽ വെച്ചിട്ട് പോകേണ്ടി വരും. അർത്ഥാൻ ഗൃഹേ നിവർത്തന്തേ ശ്മശാനി പുത്രാച്ച ബാന്ധവ. പുത്രനും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും നിങ്ങളുടെ അടുത്ത് മാത്രം കരുതിയ ഭാര്യ, ഭർത്താവ്, മക്കളെല്ലാം തന്നെ വരും. എവിടം വരെ? ശ്മശാനത്തിൽ വരെ വരും. അതുവരെ നിങ്ങൾ കരുതിയിരുന്ന, നിങ്ങളുടേത് മാത്രമെന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ അവരുടേത് മാത്രമെന്ന് നിങ്ങൾ കരുതിയിരുന്ന ആ ഓരോരുത്തരും ആ ചിതയ്ക്ക് തീ കത്തി ആ പുകയും തീയും ഉയർന്നു തുടങ്ങുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതിയ, നമ്മളുടേത് മാത്രമെന്ന് ചിന്തിച്ചിരുന്ന ആ മക്കളും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആ പുക തട്ടുമ്പോ, ആ ചൂട് തട്ടുമ്പോ അകന്നകന്നു പോകും. ശ്മശാനി പുത്രാച്ച ബാന്ധവ, അവിടം വരെ ഉള്ളൂ. പിന്നെ സുഹൃതം ദുഷ്കൃതം ചെയ്യുക. നിങ്ങൾ ആർജിച്ചെടുത്തത് സുഹൃതമാണെങ്കിൽ ആ സുഹൃതം, ദുഷ്കൃതമാണെങ്കിൽ ദുഷ്കൃതം. സുഹൃതം ദുഷ്കൃതം ചെയ്യുക. ഗച്ഛതി അനുഗച്ഛതി. അതുമായി നിങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. വേറെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ബോധം കൂടി നമ്മൾ ഉറയ്ക്കണം. ഉള്ളതാര്? ആരുമില്ല. ഉള്ളത് ഭഗവാൻ മാത്രം. ആ ഭഗവാനെ ആശ്രയിച്ചാൽ ഒരിക്കലും അദ്ദേഹം കൈ വിടില്ല. കാറും പറമ്പും പണവും ഉടയോരും പനിനീർ പൂമണിയും മെത്തയും മേടയും. കാറും പറമ്പും പണവും ഉടയോരും പനിനീർ പൂമണിയും മെത്തയും മേടയും. സകലതും മിക വിട്ട് നീ ചെല്ലണം, സമയമാകുമ്പോൾ കൃഷ്ണാഹരേ ജയ.
എല്ലാം വിട്ടൊഴിഞ്ഞ് നീ ചെല്ലേണ്ടി വരും. 2 കൈയും മുറുക്കി പിടിച്ചാണ് വന്നതെങ്കിൽ ആ 2 കൈയും വിടർത്തിക്കൊണ്ട് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടം വിട്ടു പോകേണ്ടി വരും. അത് എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അതിനാവട്ടെ ഇത്തരം സത്സംഗങ്ങൾ, ഈ ഉത്സവകാലങ്ങൾ. അതുകൊണ്ട് സശ്രദ്ധം എന്നെ ഇത്രയും നേരം കേട്ട നിങ്ങളോട്, ഭഗവാനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുണ്ടെങ്കിൽ, ഒരു പഴം കിട്ടിയാൽ ആ പഴം കഴിച്ചിട്ട് അതിന്റെ തൊലി കളയുന്നത് പോലെ ആവശ്യമുള്ളത് നല്ലതെന്ന് തോന്നുന്നത് എടുക്കുക, ബാക്കിയുള്ളത് ആ തൊലി വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞേക്കുക. നൊന്തന്തരം ഗഹിതനാം ഭഗവാനുടെ ഈ അന്തർഗതങ്ങൾ ഒരുപാട് അറിയിച്ചു പോയി ഞാൻ. എന്തെങ്കിലും പിഴകളുണ്ട്, അതിലെങ്കിലല്ലോ എന്തമ്പുരാനടിയനോട് പുറത്തുടയണം എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേട്ട ഇത്രയും സമയം ചെലവഴിച്ച് ശ്രദ്ധാപൂർവം ഈ എളിയ പ്രഭാഷണം കേട്ട സുകൃതികളാകുന്ന, കൃഷ്ണഭക്തരാകുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരനാകുന്ന, ജഗന്നാഥനാകുന്ന കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആ യോഗം, ഭാഗ്യം, അതിലൂടെ നമ്മളെ സമർപ്പണ മനോഭാവത്തിലൂടെ നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് അറിവുകൾ പകർന്നു തന്നു. പൂർത്തിയാക്കാനൊക്കെ നില്ലെന്ന് സാറ് പറഞ്ഞെങ്കിലും കിട്ടിയത് ഇത്രയും പൂർത്തീകരിക്കുന്നു, നമ്മളെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. ഇനിയും ഇത് വേറൊരു വിവരം പറഞ്ഞിരുന്നു. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠന കേന്ദ്രം വേണമെന്ന് പറഞ്ഞു. അതാണ് ആ കാണുന്ന കെട്ടിടം, ആ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ഉദ്ഘാടനമായിട്ടില്ല. ഞാൻ ഉദ്ഘാടനത്തിന് വിളിക്കും. ഇതിൻ്റെ ബാക്കി അതിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ പൂർത്തിയാക്കി തരണം എന്നാണ് ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അടുത്ത കൊല്ലം വരെ സാർ നീട്ടി, അതിനു മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കും. അത് ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ ഈ കഴിഞ്ഞ 1 കൊല്ലത്തിനകത്ത് കിട്ടി. ഗുരുവായൂരപ്പൻ സഹായം സാർ നേരത്തെ പറഞ്ഞു, അദ്ദേഹം അവിടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ പങ്കും, അത് കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഈ ദിലീപ് മുതലാളുടെ ആ വീട്ടിൽ നിന്നും ബാക്കി കിട്ടിയ പൈസയും കൂടെ ചേർത്താണ് ഞങ്ങളത് പൂർത്തീകരിച്ച് കൊണ്ടുവരുന്നത്. പൂർത്തീകരിച്ച് ഞാൻ വിളിക്കും. അന്ന് സാറിന് ഒരു വിളിച്ചാൽ മതി, സാർ അപ്പോഴേ ഡേറ്റ് ഇടും. ഈ ഗീതാധർമ്മം തന്നെ എന്നോട് പറഞ്ഞ് ഇഷ്ടമുള്ളത് ഇട്ടേര്, ഞാൻ വന്ന് പറയാമെന്ന് പറഞ്ഞു. ഏറെ നന്ദി. ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആയുഷിനും ഓഫീസിനും എല്ലാത്തിനും ഒരുപാട് ദീർഘനാൾ നമുക്ക് വേണ്ടിയും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സമൃദ്ധിയോടുകൂടി ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ ഈശ്വരനാമത്തിൽ, ഈ കൃഷ്ണനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.